ഹലോ എവറി വൺ 5 മിനിറ്റ് റെസിപ്പീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റാഷ്ന. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 5 മിനിറ്റ് റെസിപ്പീസ്. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് സേമിയ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പായസം തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം ആവശ്യമുണ്ട്. കുക്കറോ അതല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ചീനച്ചട്ടിയോ എടുക്കാം. അതിലേക്ക് 750 ml പാലാണ് ചേർക്കുന്നത്. ഒരു 3 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാല് ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. മിൽമയുടെ കവർ പാലിൽ 525 ml ആണ് പാലുള്ളത്. അപ്പോൾ ഒരു കവർ പാലും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചായ കുടിക്കുന്ന ഒരു മീഡിയം ഗ്ലാസ് ഉണ്ടല്ലോ, അതിലൊരു ഗ്ലാസ് പാലുമാണ് എടുക്കേണ്ടത്. പാല് ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 150 ഗ്രാം ഡബിൾ ഹോഴ്സിൻ്റെ സേമിയ പായസം മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. 300 ഗ്രാമിൻ്റെ പാക്കറ്റാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ നേർ പകുതി എടുത്താൽ മതിയാകും. ഇതിലേക്കൊരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല മധുരം ആവശ്യമുള്ള ആൾക്കാർ മാത്രം ചേർത്താൽ മതിയാകും, അല്ലെങ്കിൽ ഈ മിക്സിൻ്റെ മധുരം തന്നെ ആവശ്യത്തിനുള്ളതാണ്. പായസം മിക്സ് ചേർക്കുന്ന സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം ചേർക്കേണ്ടത്, അതല്ലെങ്കിൽ പാല് തിളച്ച് പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. മിക്സ് ചേർത്തതിന് ശേഷം ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റാണ് കുക്കിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് തിളയ്ക്കും. തിളച്ച് പൊങ്ങാറാവുന്ന സമയത്ത് ലോ ഫ്ലെയിമിലൊക്കെ മാറ്റുക. അങ്ങനെ ഇടയ്ക്ക് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് സഹായിക്കും. വീഡിയോയിൽ കാണുന്നത് പോലെ ഹൈ ഫ്ലെയിമിലിട്ടപ്പം പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങി. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഈ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. പായസം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം നന്നായിട്ട് നല്ല വൃത്തിയിൽ കഴുകണം. അതിൽ സോപ്പിൻ്റെ അംശങ്ങളൊന്നും പാടില്ല. അതേപോലെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ പാത്രം എടുക്കുമ്പം നന്നായിട്ട് ശ്രദ്ധിക്കണം. പായസം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നോക്കാം. ആവശ്യത്തിന് മധുരം ഉണ്ടോ, അതല്ല എങ്കിൽ പായസം നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം റെഡി ആയിട്ടില്ല, കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഇപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ പായസം കുക്ക് ചെയ്തു. ആവശ്യത്തിന് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്, ആവശ്യത്തിന് കട്ടിയുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കുക്കായിട്ടുണ്ടോ വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ പായസം റെഡിയായി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിടാനുണ്ട്. ഒന്നുകിൽ നെയ്യ് ഡയറക്റ്റായിട്ട് പായസത്തിൽ ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് വറുത്തിട്ടാണ് ചേർക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചൂടായി വന്നു കഴിയുമ്പം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ റോസ്റ്റ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പ് നമുക്ക് നേരെ ഇനി പായസത്തിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പായസം ഇനി ഓവറായിട്ട് കുക്കാവാണ്ടിരിക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാനുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് പായസം കുടിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ കട്ടിയായതായിട്ട് തോന്നാം. അങ്ങനെ തോന്നുകയാണെങ്കിൽ പാല് ചൂടാക്കിയിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളിവിടെ കണ്ടിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി ഹെൽപ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.